ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് നജീമിനെ അറിയാം. കാര്യം നജീമിന് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് തന്നെയാ. പക്ഷേ എന്നാലും എനിക്ക് കുറെ കാര്യങ്ങൾ അറിയണം എന്നുണ്ട്. അതെ, പക്ഷെ എനിക്ക് നജീമിനെ കുറിച്ച് അല്ല അറിയാനുള്ളത്, എനിക്ക് നജീമിന്റെ ബാപ്പയെ കുറിച്ച് അറിയാം. പാപ്പ ഉമ്മയും വീട്ടിലുണ്ട്. അതെനിക്കും അറിയാം, ബാപ്പയും ഉമ്മയും വീട്ടിലുണ്ടത്. പക്ഷെ അച്ഛൻ ഭയങ്കര ഒരു കലാകാരനാണ്, നല്ലൊരു ഗായകൻ. കലാകാരൻ മീൻസ് നല്ലൊരു ഗായകനാണ്. അമ്മയും മോശമല്ല, അത് പറയും. ഞാൻ പറയുന്നില്ല, നജീം പറഞ്ഞോളൂ. അതെ, എനിക്ക് പാട്ട് പാടാനായിട്ടുള്ള ഒരു കഴിവൊക്കെ കിട്ടിയത് അവർ രണ്ടുപേരും ബേസിക്കലി മ്യൂസീഷ്യൻസ് ആണ്, പാട്ടുകാരായിരുന്നു. പാട്ട് പാടും, നല്ലവണ്ണം പാടും. വാപ്പ പിന്നെ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഭയങ്കര ഉഗ്രനായിട്ട് പാട്ട് പാടും. ശരിക്കും കേട്ട് പഠിച്ചിട്ടാണ് പാടുന്നത്. ശരിക്കും ഞാൻ പല പ്രോഗ്രാമിനും ഇപ്പോൾ പോലും ഞാൻ ഒരു ധൈര്യത്തിന് എൻ്റെ ഒരു തുറുപ്പ് ഗുലാനാണ് വാപ്പ. അപ്പൊ ശരിക്കും അങ്ങനെ എന്നതേലും ഒരു സ്റ്റേജിൽ അങ്ങനെ അച്ഛൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്? പിന്നെ എത്ര സ്റ്റേജിൽ, അതാ ഞാൻ പറഞ്ഞത്. അതിലെ ഒരെണ്ണം പറഞ്ഞു തന്നെ. ഈയിടയ്ക്ക് ഒരു പ്രോഗ്രാം ചേർത്തല ഒരു ക്ഷേത്രം. അപ്പോൾ അവിടെ എനിക്ക് ഈ പ്രോഗ്രാം നടക്കുന്ന ഒരു മാസം മുമ്പ് തന്നെ എനിക്ക് അവിടെ നിന്നുള്ള ആൾക്കാർ, കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവിടെ ഉള്ള. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, മര്യാദയ്ക്ക് പ്രോഗ്രാം നടത്തിയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാവും, ഏരിയ ഇത്തിരി പ്രശ്നമുള്ള ഏരിയയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇതിപ്പോൾ എങ്ങനെ ഇത് രക്ഷപ്പെടുത്തും. അങ്ങനെ വാപ്പ പിന്നെ കുറേ നാളായി പ്രോഗ്രാമിന് വന്നിട്ട്, ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം പ്രോഗ്രാമിനൊക്കെ വന്നിട്ടില്ല. അപ്പം പിന്നെ ആ പ്രോഗ്രാമിന് എനിക്ക് എൻ്റെ കൂടെ പാടുന്ന കുറേ സിംഗേഴ്സിനെ എനിക്ക് കിട്ടിയതുമില്ല, പുതിയ കുറച്ച് പേരായിരുന്നു വന്നിരുന്നത്. അപ്പം അങ്ങനെ ലാസ്റ്റ് പിന്നെ വാപ്പയെ വിളിച്ചു. ഒരു പേടി, ഭയങ്കര വല്ലാണ്ട് ടെൻഷൻ ആയിപ്പോയി. അങ്ങനെ വാപ്പ വന്ന അവസാനം പരിപാടി ഭയങ്കര സൂപ്പർ ഡൂപ്പർ ആയി. അപ്പൊ അത് ഒരു സംഭവമല്ല, കുറെ അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട്. ഈ നജീം ശരിക്കും പറഞ്ഞാൽ നജീം റിയാലിറ്റി ഷോയിലൂടെയൊക്കെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയത്. പക്ഷെ അതിന് മുമ്പ് ഒരു പാട്ട് പാടിയില്ലേ, മേജർ രവി സാറിന്റെ? അതെ, ഞാൻ ആദ്യം സിനിമയിൽ പാടുന്നത് മേജർ രവി സാറിൻ്റെ മിഷൻ 90 ഡേയ്സ് എന്ന സിനിമയാണ്. ജെയ്സൺ ജെ നായർ ചേട്ടനാണ് എൻ്റെ മ്യൂസിക് ഡയറക്ടർ. ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് അതിലോട്ട് വിളിക്കുന്നതും അങ്ങനെ ഒരു എൻട്രി കിട്ടിയതും. അപ്പോൾ അതിൽ ഒരുപാട് അന്ന് ഇഷ്ടം പോലെ പേര് ട്രാക്ക് പാടുന്ന സിംഗേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ വോയിസ് കേട്ട് സെലക്ട് ചെയ്തത് സാറാണ്. സാറിന് അറിയില്ല ഇതിപ്പോൾ ഞാനാണ് പാടിയെന്നുള്ളത്. വോയിസ് കേട്ട് പാട്ട് കൊള്ളാൻ തോന്നി, ആ പാട്ട് പാടാം. പിന്നെന്താ പാടാം. മിഴിനീര് പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ, ഉരുകുന്നൊരീ മാനസം ഒഴിയണമേ ജീവിതം പ്രിയനാടിനായി ഉണരണമേ ഉയരേകുവാൻ, മിഴിനീരു പൊഴിയുമ്പോഴും കരയില്ല ഞാൻ, കരൾ നൊന്തു പിടയുമ്പോഴും തളരില്ല ഞാൻ. ഇപ്പത്തെ പാട്ടിലെ മ്യൂസിക് ഡയറക്ടർ ഇപ്പൊ വളരെ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ്. ഒരു പാട്ടിങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു പാട്ടിങ്ങനെ മനസ്സിൽ കമ്പോസ് ചെയ്തൊരു പാട്ട്. അതൊരു പാട്രിയോട്ടിക് സോങ് ആണ്. അത് സാറിന് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി സാറിനൊന്ന് കേട്ടു, സാറിന് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇപ്പോൾ 1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ലാലേട്ടൻ്റെ പടത്തിലുള്ള ആ ഒരു ലാസ്റ്റ് സോങ് ഞാനാണ് കമ്പോസ് ചെയ്ത പാട്ട്. നജീം, ഒരു കാര്യം ഞാൻ ചോദിച്ചു, ഞാൻ കേട്ടിട്ടുള്ളത് പണ്ട് യേശുദാസ് സാറാണ് ഇങ്ങനെ പാടാൻ ചെന്നപ്പോഴത്തേക്ക് ആദ്യം തുടക്കത്തില് ആകാശവാണിയിലൊക്കെ ചെന്നപ്പോഴത്തേന് സൗണ്ട് മോശമാണെന്നും പറഞ്ഞുകൊണ്ട് ദാസേട്ടനെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഗാന ഗന്ധർവൻ അദ്ദേഹം ഇല്ലാതെ ഒരു പാട്ട് നമുക്ക് ചിന്തിക്കാൻ വയ്യ. ശരിക്കും നജീമിന് അങ്ങനെ ഒരു ലൈഫിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടോ? ബാഡ് എക്സ്പീരിയൻസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കയ്പ് പറയോ? നല്ല രുചിയുള്ള ഭക്ഷണം ഞാൻ തരുന്നത്, അപ്പൊ ഒരു കയ്പുള്ളത് പറഞ്ഞാൽ മതി. അതിങ്ങനെ കോമ്പറ്റീഷൻ സമയത്ത് ഇങ്ങനെയൊക്കെ കുറച്ച് നാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ പ്രൈസൊക്കെ അനൗൺസ് ചെയ്ത് പത്രത്തിൽ പേരൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ റിസൾട്ട് അറിഞ്ഞത് പത്രം വഴിയാണ്. അപ്പോൾ എന്നിട്ട് പ്രൈസ് വാങ്ങാൻ നേരത്ത് ഇങ്ങനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിൽ ഞാനും ഉമ്മയും ഉപ്പയും കൂടെയൊക്കെ സമ്മാനം വാങ്ങിക്കാൻ നേരത്ത് വേറൊരാൾക്ക് സമ്മാനം. അങ്ങനെ
അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു. പത്രത്തിൽ വരുന്നൊക്കെ പത്രത്തില് ഫസ്റ്റ് പ്രൈസ് ലൈറ്റ് മ്യൂസിക് എൻ്റെ പേരും വന്നു. പ്രൈസ് വാങ്ങാനായി ഞങ്ങൾ ഇങ്ങനെ വളരെ സന്തോഷത്തിൽ. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല, അതൊരു നമുക്ക് പറയാൻ പറ്റാത്തൊരു വോയിസ് ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ഭയങ്കര വിഷമമുള്ളതായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റിവലിൽ കലാപ്രതിഭാ പട്ടം, അത് കുറേ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടാണ് നമുക്ക് ആ ഒരു പോയിന്റ് കൂടുതൽ കിട്ടുന്നത്. അത് എനിക്ക് അർഹത ഉണ്ടായിട്ടും അത് ദൂരെ നിന്ന് അങ്ങനെ കുറെ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ മോശമായിട്ടോ. എന്നാലും അതിനകത്ത് അപ്പൊ എന്നേലും കളിയൊക്കെ കളിച്ചു കാണുവേ, ഇല്ലേ കിട്ടുവല്ലേ. പോട്ടെ, എന്തായാലും കഴിഞ്ഞ കാര്യം കഴിഞ്ഞേക്കാം. അതങ്ങ് ഇനിയിപ്പോ നമ്മൾ ചർച്ച ചെയ്തതിന് നജീബിനെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. ഭക്ഷണം തന്ന വിഷമം മാറും. എന്നാ ഞാൻ എന്റെ വിശേഷം ആദ്യം ചോദിച്ചിട്ടേ ഭക്ഷണം തരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ ശരിക്കും ഡയറ്റൊക്കെ തുടങ്ങി എന്റെ കിലോ ഒക്കെ കുറച്ചതായിരുന്നു. പക്ഷെ ചേച്ചിയുടെ ഈ പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം ഭയങ്കര കുക്കിംഗ് ആണ്. ശരിക്കും ഞാനിപ്പോ ഇവിടെ ഡോക്ടർ കുക്ക് എന്നാണ് വിളിക്കുന്നത്. എപ്പിസോഡ്സ് കാണാറുണ്ട്. ചേച്ചി പറയുന്ന ഓരോ ടിപ്പ് അങ്ങനത്തെ കുറച്ചൊക്കെ എന്നെ കൊണ്ട് കഴിയുന്നൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ചിലതൊക്കെ വിജയിക്കും, ചിലതൊക്കെ പാളി. ദിവസേന ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരും. അപ്പൊ ഞാൻ പിന്നെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, വീട്ടില് ഇങ്ങനെ ഒരു ചെടി വളർത്തുന്നുണ്ട്. വേറെ ഒരു ചെടിയില്ല, പൂക്കളുണ്ടാകുന്ന ചെടി പോലും ഇല്ല. നല്ല കാര്യമുള്ള നല്ല കാര്യമാ. കറിവേപ്പില കൊണ്ട് എന്നൊക്കെ ഗുണങ്ങളാണെന്നറിയോ. അത് മാത്രമല്ല, ആ കറിവേപ്പിലൊക്കെ ഒന്ന് ഒരു കറിക്കകത്തോട്ട് ഇടുവാന്നേൽ അതിന്റെ ഒരു മണം തന്നെ വ്യത്യാസമല്ലേ. കംപ്ലൈന്റ് കറിവേപ്പില കൂടുതലാണ്. മോളെ അത് കേട്ടില്ലെന്ന് വെച്ചാൽ മതി. എന്നാ ഇത് ഞാൻ വീട്ടിൽ കേൾക്കുന്ന സ്ഥിര സാധനം. ഇത് കറിവേപ്പില മാറ്റിയിട്ട് വേണമല്ലോ കറി തിന്നാനെന്ന് എന്നോട് എപ്പോഴും പറയോ. ആര് കേൾക്കാനാ, ഞാനത് ഇടും. അതൊരു പക്ഷെ കറിവേപ്പില ഇടുമ്പോ അതിനൊരു ടേസ്റ്റാ. പക്ഷെ അത് ഞാൻ പഠിച്ചത് ചേച്ചി നിന്നാ. പിന്നെ ഉമ്മച്ചി ഇടും. ഉമ്മച്ചി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ വെച്ചാൽ ആനി ചേച്ചിയുടെ പ്രോഗ്രാം കണ്ടു. പക്ഷെ അത് നീ കണ്ടുപഠിക്കുന്നു. കറിവേപ്പില ഇടുമ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു രുചി കൂടും. സത്യമായി പറയുന്നത്, കുറ്റം പറയുന്നത്. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാം. നജീബ് ശരിക്കും ഇങ്ങനെ ഭാര്യമാര് വേണം. കാര്യം വെച്ചാൽ നല്ല ഫുഡ് ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു മനസ്സ് ആ കുഞ്ഞിനുണ്ടായില്ലേ. അതിന് ഷുഡ് അപ്രീഷിയേറ്റ് ഹർ. നല്ല കീപ് ഇറ്റ് അപ്പ് മോളെ. ഈ ഡയറ്റൊക്കെ ഒന്ന് പറഞ്ഞല്ലോ, എനർജി ഭയങ്കര ഡയറ്റാ അതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ഗായകർക്ക് ഈ ഭക്ഷണത്തോട് ഭയങ്കര ഡയറ്റ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഐസ്ക്രീം തിന്നാൻ പാടില്ല ഇതാന്നൊക്കെ. നജീമിന്റെ ഡയറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞേ, ബീങ് എ സിംഗർ. ഇപ്പം ഡയറ്റൊക്കെ പോയി. ഞാൻ ഏറ്റെടുത്തേക്ക്, എന്നാലും കുഴപ്പമില്ല. എന്നാലും പറഞ്ഞേ, ഇടയ്ക്കൊരു ഇങ്ങനെ ഒരു പറഞ്ഞുതരാം ചേച്ചി, ഡയറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. ഇതാണ് പറയുന്നത്. ഭർത്താവ് വരുമ്പോ ഭാര്യമാരെ കൂടെ ഒരു റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ചിക്കൻ ബിരിയാണി, അതാണ് കുറഞ്ഞത്. 2 ചിക്കൻ, അതേ കൂട്ട് എരി അങ്ങനത്തെ ഭക്ഷണത്തിന്റെ അങ്ങനത്തൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പം റെക്കോർഡിങ് നാളെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ എന്നാലും മനസ്സിന് അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കിയിട്ടാണ് എന്നാലും നാളല്ലേ റെക്കോർഡിങ്, ആ ഒരു സംഭവം. അതോ റെക്കോർഡിങ് കഴിഞ്ഞപ്പോ 3 മണിക്ക് കഴിഞ്ഞാൽ 4 മണിക്കുള്ളിൽ വയറ് ഫുള്ളായിരിക്കും. അപ്പൊ മോള് പറയാറില്ലേ ശീല എന്നൊക്കെ പറയല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് പ്രയോജനമില്ല. പിന്നെ ഭയങ്കര സ്നേഹം. കാരണം ഈ ഡയറ്റൊക്കെ പിന്നെ കാരണം ഞാൻ അന്ന് ഫോളോ ചെയ്ത ഡയറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേച്ച ഉടനെ ഒരു പഴം, എണീറ്റ് വെറും വയറ്റില്, പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ദോശ, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു മുട്ട, അങ്ങനെ ഒരു 2 മണിക്കൂർ 2 മണി ഗ്യാപ്പിൽ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ഇവിടെ സ്നേഹം കൊണ്ട് 1 മുട്ടയ്ക്ക് വരെ 5 മുട്ടക്കറി കൊണ്ടുവയ്ക്കണം. ചെയ്യത്തില്ല. എന്നാലും സ്നേഹത്തോടെ വിളമ്പി തരുമ്പോ അതിനൊരു സന്തോഷം. ചില സമയത്ത് നമുക്ക് ആ ഒരു മുഖം കാണത്തില്ലേ, വിശക്കുന്നു എന്നുള്ള മുഖം. അത് അത്ര ആത്മാർത്ഥമായിട്ട് ആ കുഞ്ഞു കൊണ്ട് തരുമ്പോ ഞാൻ ശരിക്കും പറഞ്ഞ മോളെ ഭയങ്കര അപ്രിസിയേഷൻ. എനിക്ക് നല്ലൊരു എന്നാ പറയാ ഒരു മതിപ്പ് തോന്നുന്നുണ്ടോ മോളോട് ശരിക്കും.